അവധിയാകുമ്പോൾ, മദ്രസ അവധിയാകുമ്പോൾ, കലാലയങ്ങൾ അവധിയാകുമ്പോൾ, വെക്കേഷൻ കാലയളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കാനും അടിച്ചുപൊളിക്കാനും സമയത്തെ കൊന്നുകളയാനുമുള്ള ഒഴിവ് സമയമാണ് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ ആയുസ്സിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച ആയുസ് എത്രയാണോ ആ ആയുസ്സിന്റെ ഒരു ഭാഗമാണ് ആ വെക്കേഷൻ സമയവും. യഥാർത്ഥത്തിൽ ഒഴിവ് സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എനിക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ എങ്ങനെ സാധിക്കും, എന്റെ അറിവിനെ വർദ്ധിപ്പിക്കാൻ എങ്ങനെ കഴിയും, എനിക്ക് സൽക്കർമ്മങ്ങൾ എത്രമാത്രം വർദ്ധിപ്പിക്കാൻ കഴിയും, എന്റെ അറിവിനെ വർദ്ധിപ്പിക്കാൻ എങ്ങനെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇതാണൊരു ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടത്. കാരണം ഞാൻ എന്ത് അർത്ഥത്തിലാണ് എനിക്ക് ഒഴിവ് സമയമെന്ന് പറയാൻ കഴിയുക? എന്റെ ജീവിതത്തിൽ ഇപ്പോൾ 36 വർഷം ഞാൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്നാൽ ആ 36 വർഷമെന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ പകുതിയാണോ എനിക്കറിയില്ല. അതല്ല എന്റെ ജീവിതം അവസാനിച്ചോ എന്ന് എനിക്കറിയില്ല. ഇനി എത്ര കാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കാനുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ചും നിശ്ചയമില്ലാത്ത നമ്മൾ പിന്നെ എങ്ങനെ ഒഴിവു ദിനങ്ങൾ ആഘോഷിക്കാനാ? സമയമേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ എത്ര സൂറത്തുകളിലാണ് സമയത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്? വൽ അസ്ർ ഒരു സൂറത്തിന്റെ സത്യവാചകമാണ്. വൽ അസ്ർ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ വദ്ദുഹാ വശംസി വദ്ദുഹാഹാ വല്ലൈലി ഇദാ യഗ്ശാ. ബുദ്ധിയുള്ള മനുഷ്യരെ ഉദ്ഘോഷിക്കാനാണ് ഖുർആൻ ഇതൊക്കെ പറഞ്ഞത്. സമയത്തെ നിരവധി ആയത്തുകളിലൂടെ സത്യം ചെയ്തു പറയുന്നത് സമയം വെറുതെ കളയാനുള്ളതല്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യന് ഒഴിവ് സമയം എപ്പോഴാണ് ലഭിക്കുന്നത്? ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഫഇദാ ഫറഗ്ത ഫൻസബ്. മോനെ, നീ ഒരു പരിപാടി കഴിഞ്ഞാൽ അവിടെ നിർത്തിവെക്കാനുള്ളവനല്ല. ഉറൂസ് കഴിഞ്ഞാൽ ഹാവൂ സമാധാനമായി എന്ന് പറയാൻ കഴിയില്ല. ഉറൂസ് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമെടുപ്പിനെ കുറിച്ച് ആലോചിക്കണം. ആ സ്ഥലമെടുത്തു കഴിഞ്ഞാൽ സമാധാനമായെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ആ സ്ഥലമെടുത്ത സ്ഥലത്ത് നമുക്ക് മദ്രസ ഉണ്ടാകണം, അല്ലെങ്കിൽ പള്ളി ഉണ്ടാകണം, ദർസ് തുടങ്ങണം. ഇങ്ങനെ മുസ്ലിമായ ഒരു മനുഷ്യൻ അവന് വിശ്രമം എന്നത് അവന്റെ നിഘണ്ടുവിൽ ഇല്ല. അവനിവിടെ കിടന്നുറങ്ങാനുള്ള സമയമില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അന്നൗമ ഇലൽ ഖബർ, അവന്റെ വിശ്രമം, അവന്റെ ഉറക്കം അവൻ മാറ്റിവെക്കേണ്ടത് അവന്റെ ഖബറിലെത്തുന്നതുവരെ അവന് ഉറങ്ങാൻ സമയമില്ല. അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. മോനെ, നീ ഒരു കാര്യത്തിൽ നിന്ന് പിരിഞ്ഞാൽ, ഒരു ഖത്ം ഓതിക്കഴിഞ്ഞാൽ അവിടെ നിർത്തിവെക്കരുത്. അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഖത്ം തുടങ്ങണം. ഏതൊരു വിഷയമാണെങ്കിലും അതിന് ഉദാഹരണം പറഞ്ഞതാണ് സ്ഥലമെടുപ്പ്, അതിന് ഉദാഹരണം പറഞ്ഞതാണ് നമ്മുടെ ഉറൂസ് മുബാറക്. ഇങ്ങനെ ഏതൊരു പരിപാടി കഴിയുമ്പോഴും മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ റെസ്റ്റ് എടുക്കരുത്. അവൻ അടുത്ത പദ്ധതിയെ കുറിച്ച് ആലോചിക്കണം.
ഇനി അടുത്തത് എനിക്ക് എന്തു ചെയ്യാനുണ്ട് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അതൊരു മുസ്ലിമിന്റെ അടയാളമാണ്. കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോ വർഷമെന്ന് പറയുന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു വർഷമെന്ന് പറഞ്ഞാൽ അതൊരു മരമാണ്. ആ വർഷത്തിലെ ഓരോ മാസങ്ങളുണ്ടല്ലോ, അതിലെ ഓരോ നിന്റെയും കൊമ്പുകളും, അതുപോലെ തന്നെ ദിവസങ്ങൾ അതിലെ ചില്ലകളും, മണിക്കൂറുകൾ അതിലുള്ള ഇലകളുമാണ്. ഈ ഓരോ സമയത്തെയും മനുഷ്യൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? ഏറ്റവും നല്ല മാമ്പഴം പോലെ ഓരോ മിനിറ്റുകളെയും സെക്കൻഡുകളെയും നന്നായി ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവർക്ക് നഷ്ടം തന്നെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ നമുക്ക് സമയം പോകുന്നില്ല. നമുക്ക് മൊബൈൽ എടുത്താലേ സമയം പോകുന്നുള്ളൂവല്ലേ? അതേ, സിനിമ കണ്ടിരിക്കാൻ സമയമുണ്ടല്ലേ? വാട്സപ്പിൽ നോക്കിയിട്ട് സമയം കളയുന്നുണ്ടല്ലേ? എന്നാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും രണ്ട് സമയത്ത് അല്ലാഹുവിനോട് സമയത്തെ കുറിച്ച് പറഞ്ഞ് വിലപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും രണ്ട് സമയത്ത് രണ്ട് സ്ഥലത്ത് അവൻ അല്ലാഹുവിനോട് സമയത്തെ കുറിച്ച് ചോദിച്ച് വേവലാതിപ്പെടും. ഏതാണ് രണ്ട് സമയങ്ങൾ? വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. ഓ മുസ്ലിമേ, ലോകത്തുള്ള എല്ലാ അടിമകളെയും വിളിച്ച് രാജാവായ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും. മോനെ, നിനക്ക് ഞാൻ തന്ന എല്ലാ സംവിധാനങ്ങളും, നിനക്ക് തന്ന സമ്പത്തില്ലേ, നിനക്ക് തന്ന ആരോഗ്യമില്ലേ, നിനക്ക് തന്ന സന്താനങ്ങളില്ലേ, നിനക്ക് തന്ന ഒഴിവ് സമയമില്ലേ, വഅൻഫിഖൂ, നീ അതിൽ നിന്ന് ചെലവഴിച്ചോളൂ. മിമ്മാ റസഖ്നാകും, അല്ലാഹു തആല നിനക്ക് തന്ന എല്ലാ കാര്യങ്ങളും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. അതേ, മനുഷ്യൻ ഈ ഭൂമി ലോകത്തിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് യാത്ര പറയേണ്ട ഒരു സമയമുണ്ടല്ലോ. ഞാനിപ്പോൾ ഇവിടെ വന്നത് കാറിലാണ്, അതിനു മുമ്പ് യാത്ര ചെയ്തത് ട്രെയിനിലാണ്, അതിനു മുമ്പ് കോഴിക്കോട്ടേക്ക് വന്നതും കാറിലാണ്. ഈ സംവിധാനങ്ങളൊക്കെ ഞാൻ ഈ ഭൂമി ലോകത്ത് ഉപയോഗിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് സത്യമായും നേരിടേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസമുണ്ട്. അതും മരണമാണ്. ആ മരണം എന്റെ മുമ്പിലേക്ക് വരുന്നതിന് മുൻപ് യജമാനനായ റബ്ബനോട് കൽപ്പിക്കുകയാണ്, എടാ, നിനക്ക് തന്ന ശബ്ദം അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചോ, നിനക്ക് തന്ന സമ്പത്ത് അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചോ, നിനക്ക് തന്ന ഒഴിവ് സമയം അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചോ. ആ മരണം നിന്റെ മുമ്പിലേക്ക് അങ്ങ് വന്നാൽ ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. എല്ലാ മനുഷ്യരും അതിൽ ഇന്ന ആളെന്ന് ഖുർആൻ പ്രത്യേകം തഅയീൻ ചെയ്തില്ല. എല്ലാവരെ കുറിച്ചും അല്ലാഹു പറയുന്നത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ റബ്ബിനോട് പറയും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ നിങ്ങൾ പറയും, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങൾ പറയും. എല്ലാവരും അല്ലാഹുവിനോട് പറയാനുള്ള വചനമാണ്, അല്ലാ, എനിക്കൊരിത്തിരി സമയം തരുമോ, എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ? അതേ, ഫഅസ്വദ്ദഖ വഅകും മിനസ്വാലിഹീൻ. അല്ലാ, ഞാൻ എന്റെ സമ്പത്ത്, എന്റെ ആരോഗ്യം, എന്റെ ഒഴിവ് സമയം എല്ലാം നിന്റെ വഴിയിൽ ചെലവഴിക്കാം അല്ലാ.
മാത്രമല്ല ഞാൻ സ്വാലിഹീങ്ങളാവാമെന്നല്ല, ഞാനൊരു സ്വാലിഹായ മനുഷ്യനാകാമെന്നല്ല. വഅകും മിനസ്വാലിഹീൻ, അല്ലാ ഞാനും സ്വാലിഹീങ്ങളെ കൂടെ ചേർന്നോളാം. പള്ളി കമ്മിറ്റിയിൽ പ്രവർത്തിച്ചോളാം, ഉറൂസ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചോളാം, പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി പ്രവർത്തിച്ചോളാം, ഞാനൊരു സംഘടനാ പ്രവർത്തനായിക്കോളാം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വഅകും മിനസ്വാലിഹീൻ, ഞാനും സ്വാലിഹീങ്ങളോടൊപ്പം അവരെ കൂടെ ഞാനും ചേരാമല്ലാ. ഏത് അടിച്ചു പൊളിച്ചു നടന്ന മനുഷ്യനും ഒഴിവ് കിട്ടാൻ ഒഴിവ് സമയം വരുമ്പോൾ വാട്സപ്പിൽ നോക്കിയിട്ട് സമയം കളഞ്ഞവനും സിനിമ കണ്ടവനും സീരിയൽ കണ്ടവനും ഒഴിവ് കിട്ടുമ്പോൾ എവിടെയെങ്കിലൊക്കെ യാത്ര പോയവനും എവിടെയെങ്കിലൊക്കെ ചെന്നിരുന്ന് സമയം കൊന്നു കളഞ്ഞവരും അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഈബത്തും നിമീമത്തും പറഞ്ഞ് സമയം കൊന്നവരും എല്ലാവരും അല്ലാഹുവോട് ചോദിക്കുകയാണ്, അല്ലാ എനിക്കൊരു ഇത്തിരി സമയം തരുമോ? പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, മോനെ നിന്റെ സമയം വന്നു കഴിഞ്ഞാൽ, നിനക്ക് റബ്ബിലേക്ക് മടങ്ങേണ്ട സമയം വന്നാൽ പിന്നെ നിനക്കൊരു സെക്കൻഡും നീട്ടി തരൂല, നിനക്ക് റെസ്റ്റ് തരൂല, നിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വെക്കൂല. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അല്ലാഹുവിനോട് സമയം ചോദിക്കുന്ന ഒരു സമയം അവൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിയുന്ന സമയമാണ്. രണ്ടാമതായി സമയം ചോദിക്കുന്നത്